ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവതയുടെ നവീനാശയങ്ങളുടെ പിൻബലത്തിൽ സ്റ്റാർട്ടപ്പ് മേഖല കുതിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. കേരളവും പൊതുതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. പ്രചാരണ രംഗത്ത് സജീവമായി വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ. ജയിൽ വകുപ്പിലെ എല്ലാ വിഭാഗം ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുള്ള കേരള പ്രിസൺ മീറ്റ് കണ്ണൂരിൽ പുരോഗമിക്കുന്നു. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ പകൽപൂരം ഇന്ന്. പ്രതിരോധശേഷിയുള്ള സമൂഹം കെട്ടിപ്പടുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ആഗോള സന്തോഷ ദിനം. വാർത്തകൾ വിശദമായി. യുവശക്തിയുടെ പിൻബലത്തിൽ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് മേഖല അഭൂതപൂർവമായ വേഗത്തിൽ വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്റ്റാർട്ടപ്പ് കൂട്ടായ്മയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2047 വികസിത ഇന്ത്യയ്ക്കായി രാജ്യം പ്രവർത്തിക്കുമ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കൂട്ടായ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം നൂതന ആശയങ്ങൾക്ക് വേദി നൽകുകയും അവയെ ധനസമാഹരണവുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ യുവജനങ്ങൾ തൊഴിലന്വേഷകരാകുന്നതിനു പകരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പാതയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. 17 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ഏപ്രിൽ 19 വോട്ടെടുപ്പ്. ഈ മാസം 27 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഈ മാസം 28 നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 30 അതേസമയം ബീഹാറിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 28 ബീഹാറിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഈ മാസം 30 സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 2 കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. വിവിധ മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. അടുത്ത മാസം 26 രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലെ വിജ്ഞാപനം ഈ മാസം 28 പുറപ്പെടുവിക്കും. അടുത്ത മാസം 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 5 സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് ഈ മാസം 25 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ഇന്ന് UDF സ്ഥാനാർത്ഥി ശശി തരൂരും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തും. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് പ്രചാരണ പരിപാടികൾ ഇല്ല. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുന്നു. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ അടൂർ പ്രകാശ് ഇന്ന് വെമ്പായത്ത് നടക്കുന്ന മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും യോഗങ്ങളിൽ പങ്കെടുത്ത ശേഷം കാട്ടാക്കട നിയോജക മണ്ഡലം കൺവെൻഷനിലും കണിയാപുരത്ത് നടക്കുന്ന ഇഫ്താർ വിരുന്നിലും പങ്കെടുക്കും. മണ്ണാംകോൺ, പൊടിയം, വാലിപ്പാറ, ചേനാമ്പാറ, ആമല, പാങ്കാവ് എന്നിവിടങ്ങളിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി V. ജോയിയുടെ ഇന്നത്തെ പര്യടനം. NDA സ്ഥാനാർത്ഥി V. മുരളീധരൻ നയിക്കുന്ന പദയാത്ര ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മലയൻകീഴിലെത്തും. 6 മണിക്ക് പദയാത്ര പേയാട് അവസാനിക്കും. പൊള്ളുന്ന ചൂടിനെയും മറികടന്നുള്ള പ്രചാരണ ചൂടിലാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. 3 മുന്നണികളും മുഴുവൻ പ്രചാരണ സന്നാഹങ്ങളുമായാണ് വോട്ട് പിടിക്കാൻ കളത്തിലിറങ്ങിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രി കേരളത്തിൽ ആദ്യം പ്രചാരണത്തിനെത്തിയ മണ്ഡലമാണ് പാലക്കാട്. ഇതിന്റെ അലയൊലികൾ വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ 3 മുന്നണികളുടെ പ്രചാരണത്തിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. സിറ്റിംഗ് MP UDFിലെ VK ശ്രീകണ്ഠനും മുൻപും മണ്ഡലത്തെ പ്രതിനിധീകരിച്ച CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാറുമാണ് മണ്ഡലത്തിൽ മത്സരരംഗത്ത് ഉള്ളത്. ഏറെ കാലത്തിന് ശേഷം നേടിയ മണ്ഡലം നിലനിർത്താൻ UDFും തങ്ങളുടെ നഷ്ടപ്പെട്ട കോട്ട തിരിച്ചുപിടിക്കാൻ LDFും ഇരുകൂട്ടർക്കും വെല്ലുവിളി ഉയർത്തി NDAയും പ്രചാരണം കടുപ്പിക്കുന്ന മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചൂട് ഇനിയും ഉയരുമെന്ന് ഉറപ്പാണ്. കൺവെൻഷനുകളും റോഡ് ഷോകളും വീടുകൾ കയറിയുള്ള വോട്ടുറപ്പിക്കലുകളുമായി സ്ഥാനാർത്ഥികൾ സജീവമായി കഴിഞ്ഞു. വിജയം ലക്ഷ്യമാക്കി നീങ്ങുന്ന ഇവർക്ക് മുന്നിൽ ജില്ലയിലെ തളർത്തുന്ന ചൂട് മാത്രമാണ് തടസ്സം. പകൽ പ്രചാരണത്തിനിറങ്ങുന്ന പ്രവർത്തകർ പൊള്ളുന്ന വെയിലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകുന്നു. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇന്ന് ഉച്ചയ്ക്ക് 2 കാൾടെക്സിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. LDF സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനം അഴീക്കോട് മണ്ഡലത്തിലെ കപ്പക്കടവ് നിന്ന് ആരംഭിച്ചു. NDA കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വെള്ളിയാഴ്ച വൈകുന്നേരം കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടക്കും. മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്യും.
NDA വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകിട്ട് വടകര ടൗൺ ഹാളിൽ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണൻ നയിക്കുന്ന റോഡ് ഷോ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കും. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇന്ന് കൊയിലാണ്ടി മണ്ഡലത്തിൽ പര്യടനം നടത്തും. കുറ്റ്യാടി മണ്ഡലത്തിലാണ് LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ ഇന്നത്തെ പ്രചാരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ജയിൽ വകുപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗം ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുള്ള കേരള പ്രിസൺ മീറ്റിന് കണ്ണൂരിൽ തുടക്കമായി. 4 വേദികളിലായി 30 ഇനങ്ങളിലായി 400-ലേറെ ജീവനക്കാർ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഉത്തരമേഖല DIG B സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം നാളെ ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ 10 ജില്ലകളിൽ പ്രഖ്യാപിച്ച മഞ്ഞ ജാഗ്രത നാളെ വരെ തുടരും. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും അനുഭവപ്പെടും. കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രിയും, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രിയും അനുഭവപ്പെടും. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള തിരുനക്കര പകൽപൂരം ഇന്ന് വൈകിട്ട് നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. തിരുനക്കര പൂരം വിളംബരം ചെയ്ത് രാവിലെ മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറുപൂരങ്ങൾ നഗരത്തിലേക്ക് എത്തിത്തുടങ്ങി. വൈകിട്ട് 4:30 തിരുനക്കര ശ്രീമഹാദേവ ക്ഷേത്ര മൈതാനിയിൽ കിഴക്കും പടിഞ്ഞാറുമായി 11 ആനകൾ വീതം അണിനിരക്കുന്നതോടെ പകൽപൂരത്തിന് തുടക്കമാകും. പടിഞ്ഞാറൻ ചേരിയിൽ തൃക്കടവൂർ ശിവരാജുവും കിഴക്കൻ ചേരിയിൽ ഉഷശ്രീ ശങ്കരൻകുട്ടിയും തേവരുടെ തിടമ്പേറ്റും. തൃശൂർ പാറമേക്കാവിന്റെ ചമയങ്ങളാണ് തിരുനക്കര പൂരത്തിനും ആനകൾ അണിയുക. കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ 75 കലാകാരന്മാർ പാണ്ടിമേളം ഒരുക്കും. തിരുവനന്തപുരത്ത് ലോറിയിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചു വീണതിനെ തുടർന്നുണ്ടായ സ്കൂട്ടർ അപകടത്തിൽ മരിച്ച BDS വിദ്യാർത്ഥി അനന്തുവിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. അതേസമയം സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സുരക്ഷാ വീഴ്ച പരിശോധിച്ച് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഏപ്രിൽ 2-ന് തിരുവനന്തപുരം കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഇന്നലെ രാവിലെയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് കരിങ്കല്ല് കയറ്റിപ്പോയ ലോറിയിൽ നിന്ന് സ്കൂട്ടറിൽ പോവുകയായിരുന്ന അനന്തുവിന്റെ ദേഹത്തേക്ക് കല്ല് വീണത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ RSS പ്രവർത്തകനായ വിഷ്ണുവിനെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന ആൾ ഉൾപ്പെടെ 3 പേർ കസ്റ്റഡിയിൽ. മറ്റൊരു പ്രതി ഒളിവിലാണ്. ആക്രമണത്തിന് പിന്നിൽ വ്യക്തിപരമായ പകയാണെന്നും രാഷ്ട്രീയ വൈരാഗ്യമല്ലെന്നും കാട്ടാക്കട പോലീസ് വ്യക്തമാക്കി. ഇന്നലെ രാത്രിയാണ് അമ്പലത്തിൻകാലായിലെ കാഞ്ഞിരംവിള ശക്തിവിനായക ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്കിടെ തലക്കോണം സ്വദേശിയായ വിഷ്ണുവിന് കുത്തേറ്റത്. ഇടുക്കി മാങ്കുളത്ത് 4 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം നടന്ന സ്ഥലത്ത് ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO പരിശോധന നടത്തി. റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഡ്രൈവറുടെ പരിചയക്കുറവുമാണ് വാഹനാപകടത്തിന് കാരണമായതെന്ന് ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO രാജീവ് KK വ്യക്തമാക്കി. വയനാട് പനമരത്തു നിന്നും ആദിവാസി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച നാടോടി സംഘത്തിലെ ഒരാൾ അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശിയായ വിനോദാണ് അറസ്റ്റിലായത്. ഇയാളോടൊപ്പം ഭാര്യ തങ്കമ്മയും പിടിയിലായി. കുട്ടിയെ കാണാതായി എന്ന പരാതിയെ തുടർന്ന് പനമരം പോലീസ് നടത്തിയ സമയോചിതമായ ഇടപെടലിലാണ് തൃശൂരിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് ആഗോള സന്തോഷ ദിനം. 2012-ലാണ് മാർച്ച് 20 എല്ലാ വർഷവും ലോക സന്തോഷ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര പൊതുസഭ പ്രഖ്യാപിച്ചത്. സാമ്പത്തിക അവസരങ്ങൾ പോലെ തന്നെ സന്തോഷത്തിനും മുൻഗണന നൽകുകയെന്നത് മനുഷ്യന്റെ അടിസ്ഥാന ലക്ഷ്യം ആയുള്ള പ്രമേയം പൊതുസഭ അംഗീകരിക്കുകയും ചെയ്തു. സന്തോഷത്തിനായി വീണ്ടും ബന്ധിപ്പിക്കുന്നതിലൂടെ പ്രതിരോധശേഷിയുള്ള സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര സന്തോഷ ദിനത്തിന്റെ പ്രമേയം. ദിനാചരണത്തിലൂടെ സന്തോഷം എന്നത് സാർവത്രികമായ മൗലിക അവകാശമാണെന്ന സന്ദേശം പ്രചരിപ്പിക്കുകയാണ്. ഇന്ന് ലോക അങ്ങാടിക്കുരുവി ദിനം കൂടിയാണ്. നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും സാധാരണമായി കണ്ടിരുന്ന അങ്ങാടിക്കുരുവികൾ ഇന്ന് അപൂർവമാണ്. മനുഷ്യനുമായി സഹവസിക്കാൻ ഇഷ്ടമുള്ള പക്ഷിയാണ് അങ്ങാടിക്കുരുവികൾ. നാടിന്റെ മുക്കിലും മൂലയിലും ധാരാളം കണ്ടുവന്നിരുന്ന ഇവ വംശനാശ ഭീഷണി നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങാടിക്കുരുവികളുടെ സംരക്ഷണാർത്ഥമാണ് എല്ലാ വർഷവും മാർച്ച് 20 ലോക അങ്ങാടിക്കുരുവി ദിനമായി ആചരിക്കുന്നത്. സ്വിസ് ഓപ്പൺ വനിതാ ഡബിൾസ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ഗായത്രി ഗോപിചന്ദും ട്രീസ ജോളിയും വനിതാ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ ജോഡിയായ ഹരിഹരൻ അംസകരൺ, റൂബൻ കുമാർ രത്തിന സഭാപതി സഖ്യം യോഗ്യതാ റൗണ്ടിൽ ഫ്രഞ്ച് ജോഡിയായ നദാൻ ബെഗ, ബാപ്റ്റിസ്റ്റ് ലബാർത്ത സഖ്യത്തെ പരാജയപ്പെടുത്തി. മിക്സഡ് ഡബിൾസിൽ സിക്കി റെഡ്ഡി, B സുമിത് റെഡ്ഡി സഖ്യം ബ്രസീലിന്റെ സാമിയ ലിമ, ഡേവി സിൽവ സഖ്യത്തെ പരാജയപ്പെടുത്തി. ബാഡ്മിന്റണിൽ BWF റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ 13-ാം സ്ഥാനത്തെത്തി. ഫ്രഞ്ച് ഓപ്പണിലും ഓൾ ഇംഗ്ലണ്ട് ഓപ്പണിലും സെമി ഫൈനൽ വരെ എത്തിയ മികച്ച പ്രകടനത്തെ തുടർന്നാണ് കുതിപ്പ്. ഇതോടെ 2024 പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള സ്ഥാനം സെൻ ഉറപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
രാജ്യത്തെ യുവതയുടെ നവീനാശയങ്ങളുടെ പിൻബലത്തിൽ സ്റ്റാർട്ടപ്പ് മേഖല കുതിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. കേരളവും പൊതു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. പ്രചാരണ രംഗത്ത് സജീവമായി വിവിധ മുന്നണി സ്ഥാനാർത്ഥികൾ. ജയിൽ വകുപ്പിലെ എല്ലാ വിഭാഗം ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുള്ള കേരള പ്രിസൺ മീറ്റ് കണ്ണൂരിൽ പുരോഗമിക്കുന്നു. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ പകൽപൂരം ഇന്ന്. പ്രതിരോധശേഷിയുള്ള സമൂഹം കെട്ടിപ്പടുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് ആഗോള സന്തോഷ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.